നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 1 2024 ചോദിച്ചിട്ടുള്ള ഐസെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൾറെഡി 2-3 പാർട്ടുകൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസൊക്കെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഐസെറ്റ് എക്സാം, എങ്ങനെയൊക്കെയാണ് എക്സാം ഉണ്ടായിരിക്കുക, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോസ് ഒന്ന് നോക്കി കണ്ടാൽ മതി, നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കട്ടോ. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ 19th ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സെൻറ്റൻസ് ഈസ് ഗ്രാമറ്റിക്കലി കറക്റ്റ്? ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഒന്ന് നോക്കി നോക്കൂ, എന്താണ് ചോദിച്ചിട്ടുള്ളത്? വിച്ച് സെൻറ്റൻസ് ഈസ് ഗ്രാമറ്റിക്കലി കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസുകളായിട്ട് 4 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ വരുന്നത് ഹി റൺ ഫാസ്റ്റ്, ഓപ്ഷൻ ബി ഷീ റണ്ണിങ് ക്വിക്ക്ലി, സി ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ, ഓപ്ഷൻ ഡി ഐ ഈറ്റ്സ് ആൻ ആപ്പിൾ. 4 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള ഒരു സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഹി റൺസ് ഫാസ്റ്റ് അത് നോക്കാം. ഹി റൺസ് ഫാസ്റ്റ് അത് ക്ലിയർ ആണോ? അല്ല, അത് ചെറിയ മിസ്റ്റേക്സ് ഉണ്ട് അല്ലേ. ഹി അതൊരു സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് വേണം, ഹി റൺസ് വേണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ബി എന്താണ്, അത് തെറ്റാണ്. നമുക്ക് നോക്കാം ഓപ്ഷൻ ബിയിലേക്ക് കൊടുക്കുന്ന സമയത്ത്. ഓപ്ഷൻ ബി ഷീ റണ്ണിങ് ക്വിക്ക്ലി, ഷീ റണ്ണിങ് ക്വിക്ക്ലി എന്ന് പറയില്ല, ഷീസ് റണ്ണിങ്, അവിടെ ഈസ് വേണം. അപ്പോൾ അതും എന്താണ്, അതും തെറ്റാണ്. ഓപ്ഷൻ ഡി എന്ന് നോക്കുന്ന സമയത്ത് ഐ ഈറ്റ്സ് ആൻ ആപ്പിൾ വരുമോ? ഐ ഈറ്റ് ആൻ ആപ്പിൾ, ഐ ഈറ്റ് ആൻ ആപ്പിൾ, ഐ ഈറ്റ് അതിൻ്റെ കൂടെ ഈറ്റ് എസ് വരില്ല, ഐ ഈറ്റ് ആൻ ആപ്പിൾ. അപ്പോൾ ഓപ്ഷൻ ഡിയും തെറ്റണം. അത് നോക്കാം. ഓപ്ഷൻ സി നോക്കാം. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ, എന്താണ്, അത് ശരിയാണ്. ദേ അവർ എന്താണ് പ്ലേയിങ് ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിക്കുകയാണ് എന്ന് നമുക്ക് അവിടെ എന്താ പറ്റും, അത് കറക്റ്റ്, ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ട് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 21st ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് സ്പോർട്ട് ഡു പ്ലെയേഴ്സ് ഡ്രിബിൾ ദ ബാൾ? ഇൻ വിച്ച് സ്പോർട്ട്, താഴെ കുറച്ച് സ്പോർട്സിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഡ്രിബിൾ ചെയ്യാനല്ലേ, പന്ത് ഇങ്ങനെ തട്ടി കൊണ്ടുപോകുന്ന ഒരു ഗെയിം താഴെ ഉള്ളതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നോക്കാം. ഓപ്ഷൻ എ ടെന്നീസ് ഉണ്ട്, ഓപ്ഷൻ ബി ബാസ്കറ്റ് ബോൾ ഉണ്ട്, ഓപ്ഷൻ സി ഹോക്കി ഉണ്ട്, ഓപ്ഷൻ ഡി സ്വിമ്മിങ് ഉണ്ട്. അപ്പോൾ ഏതായിരിക്കും വരിക? ടെന്നീസ് നമ്മൾ ഇങ്ങനെ ഡ്രിബിൾ കളിക്കും, ഇല്ല. ഹോക്കി കളിക്കും, ഹോക്കി ഇങ്ങനെ ബാറ്റ് കൊണ്ടാണ് കളിക്കുക. സ്വിമ്മിങ് വരുമോ? ഇല്ല. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ബാസ്കറ്റ് ബോൾ ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? എന്തെങ്കിലും സംശയങ്ങളിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 22nd ക്വസ്റ്റ്യൻ. വിച്ച് വേർഡ് ഡസ് നോട്ട് റൈം വിത്ത് റെയിൻ? എന്താണ്? മഴ, റെയിനില്ലേ, റെയിൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അതുമായിട്ട് റെയിം വരാത്തത് ഏതാണെന്ന് വെച്ചാൽ, റെയിമിങ് വേർഡ്സൊക്കെ നമ്മൾ പഠിക്കണില്ലേ. വരാത്ത വേർഡ് ഇതിൽ താഴെ കൊടുത്തതിൽ ഒന്നുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്ക് നോക്കാം. റെയിൻ, ഓപ്ഷൻ എ നോക്കുന്ന സമയത്ത് റെയിൻ ട്രെയിൻ, റെയിൻ പ്ലെയിൻ, റെയിൻ ഗ്രെയിം, റെയിൻ ഗെയിം. അത് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുമായി റെയിം ആവാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി. ഓക്കെ, പറഞ്ഞു നോക്കുക. റെയിൻ ട്രെയിൻ, റെയിൻ പ്ലെയിൻ, റെയിൻ ഗ്രെയിം, റെയിൻ ഗെയിം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? നോക്കാം. 23rd ക്വസ്റ്റ്യൻ. വിച്ച് വേർഡ് മീൻസ് ബിഗ്? താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. താഴെ കുറച്ച് ടൈനി, സ്മാൾ, ലാർജ്, മിനി, കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻസിൽ നമ്മൾക്ക് ബിഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി അർത്ഥം വരുന്ന ഒരു വാക്ക് താഴെ ഉണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചത്. ടൈനി ആണോ, ലാർജ് ആണോ, സ്മാൾ ആണോ, മിനി ആണോ? ഏതായിരിക്കും വരിക? ടൈനി അല്ല. ടൈനി ആണോ? അല്ല. സ്മാൾ ആണോ? സ്മാൾ ആണോ? അല്ല. ബിഗ് അല്ലേ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അതുമല്ല. മിനി ആണോ?
മിനിയും അല്ല. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ലാർജ് ആണ് ആൻസർ അല്ലേ? ലാർജ് ആണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി എന്ത് വേണം? നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം നമുക്ക്. 24th ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത്? എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് ചോദിച്ചുള്ളത്. എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ് നമുക്കറിയാം എന്താണ്? സണ്ണും സ്റ്റാറും മാഴ്സും ഒന്നുമല്ല. നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് മൂണാണ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ അത് നിങ്ങൾ എന്ത് വേണം? അത് നിങ്ങൾ എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കുറച്ച് വീടുന്ന് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചാണ് കുറച്ച് വീഡിയോസ് മാത്രമായിട്ട് നമ്മൾ വളരെ ചെറുതാക്കി ഷോർട്ടാക്കിയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.